എല്ലാ ദൈവമക്കൾക്കും വേഗവരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിനം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി ഈ ഭൂമിയിൽ നൽകിയത് ഓർത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ സകല അധികാരങ്ങളും പദവിധികളും നമുക്ക് തന്ന് ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഹല്ലേലൂയ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഭക്തനായിരുന്ന ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, ഏലിയാവ് ആഹാബിനോട് ചെന്നിട്ട് പറയുകയാണ്: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവിക അരുളപ്പാട് പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചത്, താൻ അത് അരുളി ചെയ്യുമ്പോൾ സ്വർഗം അതിനെ എന്ത് ചെയ്യുക, മുദ്രയിടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവന് കൽപ്പന ലഭിച്ചവൻ മാറിപ്പോകുന്നു. ദേശത്ത് ക്ഷാമം വർദ്ധിച്ചു. ഈ ദൂതറിയിച്ച അല്ലെങ്കിൽ ഈ ദൈവിക പദ്ധതിയെ അവൻ വെളിപ്പെടുത്തിയ ഏലിയാവിനെ അന്വേഷിച്ച് ആ രാജ്യത്തിൻ്റെ ഓരോ കോണിലും ആൾക്കാർ നടക്കുന്നു. എന്നാൽ ദൈവശബ്ദം കേട്ടിറങ്ങിയവനെ സുരക്ഷിതമായി വെച്ച് അവന് ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദൈവം കരുതി. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എന്നിട്ട് ആഹാബ് പലയിടങ്ങളിൽ ഈ ഭക്തനെ അന്വേഷിച്ചെങ്കിലും അവിടെ ഒന്നും കണ്ടെത്തിയില്ല. ദൈവഹിതപ്രകാരം ഒരു ദൈവ പൈതൽ ആയിരിക്കുന്നിടത്ത് അവൻ്റെ മുമ്പിലൂടെ ആയിരിക്കാൻ രാജ്യഭൃത്യന്മാർ കടന്നുപോയത്. പക്ഷെ ദൈവം അനുവദിക്കാതെ ഒരു ഭക്തൻ്റെ മേൽ കൈവെക്കുവാനോ അവനെ തകർത്ത് കളയുവാനോ ഒരു ശത്രുവിനും ദൈവം അനുമതി കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന, അങ്ങനെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ തന്നെത്താൻ പോയി ആഹാബിനെ കാണിക്കുക. ദൈവം അനുവദിക്കാതെ ഒരു മനുഷ്യൻ നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുവാനോ നമ്മെ തൊടുവാനോ കഴിയത്തില്ല. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ തന്നെത്താൻ വെളിപ്പെടുത്തി ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയ എന്നുള്ള നിലവാരത്തിലൊക്കെ പറയുന്നുവെങ്കിലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ പ്രവാചകന്മാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി യാഗമർപ്പിക്കുമ്പോൾ ആരാണോ യാഗപീഠത്തിന്മേൽ തീ ഇറക്കുന്നത് അവർ ദൈവമെന്ന് പറയട്ടെ. അങ്ങനെ അവർ കടന്നു വന്ന് ബാലിൻ്റെ വിഗ്രഹങ്ങൾ, ശേരാപ്രതിഷ്ഠകളെല്ലാം ഒന്നിച്ചു കൂട്ടി അവരുടേതായിരിക്കുന്ന ഹല്ലേലൂയ പ്രവാചകന്മാരെ എല്ലാം ഒന്നിച്ചു കൂട്ടി അവർ യാഗമർപ്പിക്കുവാൻ തുടങ്ങി. അവർ വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ബാലിനെ വിളിച്ചു, ബാൽ ഉത്തരം അരുളിയില്ല. എന്നാൽ അവിടെ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ പുതുക്കി പണിത് യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുവാനിടയായി. അങ്ങനെ സർവശക്തനായ ദൈവം ആണ് ദൈവം എന്ന് നമ്മുടെ കർത്താവ് സ്വയം തൻ്റെ ഭക്തന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് വരെ അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ദേശത്ത് മഞ്ഞ് പെയ്യുന്നത്, മഴ പെയ്യുന്നത് അത് വേറൊന്നും കൊണ്ടല്ല, ഇസബേലിൻ്റെ ദൈവത്തിന് വേണ്ടി ചില യാഗങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ ചിന്താഗതിയെ ദൈവം മാറ്റിയെടുത്ത് ജീവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. അടുത്ത് നമ്മൾ കാണുന്ന മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഏലിയാവ് ആഹാബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 41-ാം വാക്യം 18-41 രാജാക്കന്മാർ. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, എവിടെ അടയപ്പെട്ടുവോ, എവിടെ അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ സ്വർഗം അടച്ചുവോ, അതേ മേഖലകളിൽ തുറക്കാനും ഒരു ദൈവപ്രവൃത്തി അവനിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ മേൽ ദൈവം പൂർണ്ണ അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നാം കൽപ്പിക്കുന്ന, നാം പറയുന്ന കാര്യങ്ങളെ മുദ്രയിടുവാൻ സ്വർഗം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കുന്ന? കർത്താവിന് വേണ്ടിയാണ്.
താഴേക്ക് കടന്നു വരുമ്പോൾ കാണുന്നു രാഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യുവാനായി പോയി. എന്നാൽ ഏലിയാവോ കർമ്മൽ പർവ്വതത്തിൽ കയറിപ്പോയി. ഏലിയാവ് കർമ്മൽ പർവ്വതത്തിൻ്റെ കയറിപ്പോയി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ചു. തൻ്റെ ബാൽക്കാരനോട് പറഞ്ഞു, നീ ചെന്ന് ഹല്ലേലൂയ കടലിൻ്റെ നടുവിൽ കടൽ നോക്കുക എന്ന് പറഞ്ഞു. അവൻ നോക്കിയാറെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 7 വട്ടം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം പ്രാവശ്യം അവൻ്റെ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ കർത്താവ് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ഇവിടെ കണ്ടുകൊള്ളണം, ഹല്ലേലൂയ, ഇന്നലെ വരെ തടുത്തത്, ഇന്നലെ വരെ ഭക്തൻ്റെ വാക്കിൻ്റെ മുമ്പിൽ മാറ്റി നിർത്തിയത്, ഹല്ലേലൂയ, അവിടെ ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടുക. നീ ബാല്യക്കാരനോട് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യുക? ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ചില തടസ്സങ്ങൾ, ചില നമ്മുടെ വിചാരങ്ങൾക്ക് മാറ്റം വരുത്തി നാം ദൈവസന്നിധിയിൽ അറിയേണ്ടതുപോലെ ദൈവത്തെ അറിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണും, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, സകല അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ കാണാം, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പത്രോസിന് കൊടുത്ത ഒരു ദൈവിക വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഇന്ന് നാം പ്രയാസപ്പെടുന്ന മേഖലകളിൽ ഹല്ലേലൂയ, ചിലതിൻ്റെ കണക്കൂട്ടലുകളെ തെറ്റിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. സകല അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും. ആകയാൽ നിങ്ങൾ പുറപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവശബ്ദത്തിന് മുമ്പിൽ കാതോർക്കുന്ന ദൈവവൈദ്യരെ ഭയപ്പെടേണ്ട. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഒരു നല്ല ദിനം ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.